മുൻ മന്ത്രി MT പത്മ 2024 നവംബർ 12-നും മുൻ MLA കെ മുഹമ്മദുണ്ണി ആജി 2025 ജനുവരി 18-നും പ്രിയ കഥാകാരൻ ശ്രീ MT വാസുദേവൻ നായർ 2024 ഡിസംബർ 25-നും അന്തരിച്ചു. MT പത്മ മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന MT പത്മ 2024 നവംബർ 12-ന് അന്തരിച്ചു. 1943 ജനുവരി 9-ന് M ഗോവിന്ദൻ്റെയും CT കൗസല്യയുടെയും മകളായി കണ്ണൂരിൽ ജനിച്ചു. MT പത്മ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പാർട്ടിയിൽ ഉയർന്നു വന്ന് ഉന്നത പദവികൾ അലങ്കരിച്ച നേതാവായിരുന്നു. നിയമത്തിൽ ബിരുദവും ആർട്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയ MT പത്മ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSUയിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, KPCC അംഗം, മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, കോഴിക്കോട് DCC സെക്രട്ടറി, ട്രഷറർ, കോഴിക്കോട് നഗരസഭ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1987 കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്ന് 8ാം കേരള നിയമസഭയിലെത്തിയ പത്മ പിന്നീട് തുടർന്ന് 1991 9ാം കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 1991 K കരുണാകരൻ മന്ത്രിസഭയിൽ ഫിഷറീസ് ഗ്രാമവികസന രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നു. കേരള മന്ത്രിസഭയിൽ അംഗമായ 3ാമത്തെ വനിതയായിരുന്നു MT പത്മ. പൊതുജീവിതത്തിൽ ആത്മാർത്ഥതയും അർപ്പണബോധവും ഉറച്ച പ്രതിബദ്ധതയും ഉൾക്കൊള്ളുന്ന നേതാവായിരുന്നു പത്മ. വേരുകൾ കണ്ണൂരിലായിരുന്നിട്ടും കോഴിക്കോട്ടുമായുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അവർ നൽകിയ സംഭാവനകളും പൊതുജനങ്ങളെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള അവരുടെ കഴിവും പരക്കെ അംഗീകരിക്കപ്പെട്ടു. തീരദേശ ജനതയുടെ ക്ഷേമത്തിനും കേരളത്തിൻ്റെ വികസനത്തിനുമുള്ള അവരുടെ പ്രതിബദ്ധത എക്കാലവും ഓർമ്മിക്കപ്പെടും. പ്രതിബദ്ധത കൈമുതലാക്കിയ മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെയാണ് MT പത്മയുടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്.